കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായി. മിഥുൻ തന്റെ തകർന്ന വീടിന്റെ ഭിത്തിയിൽ വരച്ചിരുന്നതുപോലെ കേരള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മാണം പൂർത്തിയാക്കിയ വീട് മന്ത്രി കുടുംബാംഗങ്ങൾക്ക് കൈമാറി. ഇന്ന് രാവിലെ പടിഞ്ഞാറെ കല്ലടിയിൽ നടന്ന ചടങ്ങ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ധനമന്ത്രി കെ എം ബാലഗോപാൽ താക്കോൽ കൈമാറി. വീട് വെച്ച് നൽകണമെന്ന് പറഞ്ഞ കാശ് പിരിച്ച വീട് നിർമ്മാതാക്കളുടെ കാലമാണ് ഇത്. ആ സമയത്താണ് ഇവിടെ മിഥുന്റെ കുടുംബത്തിന് വീട് നൽകിയതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മിഥുന്റെ മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും തേവലക്കര സ്കൂളിൽ ജോലി നൽകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പുറത്തുനിന്ന് കാശ് പിരിച്ചും അതുപോലെ ഇന്ത്യക്കകത്തും കാശ് പിരിച്ചും കാശ് പിരിവല്ലാതെ വീട് ഒരു സ്ഥലത്തും നിർമ്മിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അതും പിരിക്കുന്നത്. സാധാരണ ആളുകളൊന്നുമില്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അക്കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു സമയത്താണ് പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ വീട് വെച്ച് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് യഥാർത്ഥം ഈ ചടങ്ങ് നടത്തണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്തായാലും ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരും കൂടെ അറിയണമല്ലോ. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ള സംബന്ധിച്ചത് ആൾക്കാരും കൂടി അറിയേണ്ടതായിട്ടുണ്ട്.